find it yourself. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടല്ലോ. അപ്പോൾ ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി വ്ളോഗ്, റുട്ടീൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇത്ര നേരത്തെ എണീറ്റതെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എണീക്കാൻ തോന്നി, അങ്ങനെ എണീറ്റു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി ഇങ്ങനെ സ്കൂളിൽ പോണ ദിവസങ്ങളൊന്നും ഞാൻ ഇത്ര നേരത്തെ എണീക്കാറേ ഇല്ല, ഇതുവരെ എണീറ്റിട്ടില്ല. എപ്പോഴും സ്കൂളിൽ പോകുന്നതിന്റെ അരമണിക്കൂർ മുന്നേ എണീക്കുന്നു, ഷടവടെ റെഡിയാവുന്നു, പോകുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ രാവിലെ ഇത്ര നേരത്തെ 5 മണിക്ക് സ്കൂളിൽ പോണ ദിവസം എണീക്കുന്നത്. എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ, നമ്മൾ ബ്രഷ് ഒക്കെ ചെയ്തതിന് ശേഷം നേരെ പഠിക്കാൻ തന്നെയാണ് വന്നിരുന്നത്. ഇപ്പൊ രാവിലെ തന്നെ ഞാൻ കെമിസ്ട്രി ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചധികം കാലം മുന്നേ വരെ നമ്മൾ ഫിസിക്സ് ആയിരുന്നല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. അത് എവിടെയും എത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കെമിസ്ട്രി തുടങ്ങി. പക്ഷെ ആദ്യം ഫിസിക്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന പോലെ കെമിസ്ട്രിയിൽ മാത്രം ആയിട്ട് ഒതുങ്ങി കൂടാൻ ഞാൻ ആഗ്രഹിക്കണില്ല. ഞാൻ വിചാരിക്കുന്നത് എല്ലാം കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുപോകാന്നൊക്കെയാണ്. പക്ഷെ ഏത് രീതിയിലാവുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കെമിസ്ട്രിയുടെ ചാപ്റ്ററിന്റെ ക്ലാസ് ഞാൻ തലേ ദിവസം ഇരുന്ന് കണ്ട് നോട്ട്സ് എഴുതിയെടുത്തതായിരുന്നു. ഒരു പുതിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ സമയം എടുത്തിട്ട് ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറ്റ്ലീസ്റ്റ് ഈ ചാപ്റ്ററിന്റെ ഒരു പകുതി വരെ ഞാൻ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തീർക്കാനായിട്ട്. ആൻഡ് ഇങ്ങനെ ഒരു പ്ലാൻ ഒക്കെ വരുന്നത് രാവിലെ എണീറ്റതിന് ശേഷമാണ്. എന്തായാലും അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ച സ്ഥിതിക്ക് അതിനുള്ള പഠിത്തമാണ് ഇപ്പോൾ. അത്ര എളുപ്പമുള്ള ചാപ്റ്റർ ഒന്നും ആയിരുന്നില്ല. പഠിക്കുമ്പം പെട്ടെന്ന് തലേ കയറുമായിരിക്കും, പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ പെട്ടെന്ന് മറന്നു പോകുന്ന കൈൻഡ് ഓഫ് ഒരു സംഭവമായിരുന്നു. എന്തായാലും ഞാൻ വെച്ചൊരു ടാർഗറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒക്കെ പഠിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കാന്ന്. സാധാരണ ഞാനിങ്ങനെ എഴുതി നോക്കലേ ഇല്ല, പക്ഷെ ഈ കാര്യം മറക്കുമെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് എഴുതാന്ന് വിചാരിച്ചു. മാത്രമല്ല സമയം അത്ര ലേറ്റ് ആയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ വലിയാരത്തി ആദ്യം മുതൽ അങ്ങനെ എഴുതി പോന്നു. അപ്പൊ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ഓരോ ടോപ്പിക് വൈസ് എഴുതിയിട്ട് അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് പോകാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പഠിച്ച് പോകാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആദ്യത്തെ 1-2 ടോപ്പിക്കൊക്കെ എഴുതിയപ്പോഴേക്കും കൊള്ളാം, എല്ലാം അടിപൊളിയായിട്ട് വന്നു. പിന്നെ എഴുതിയപ്പോണ്ട് എല്ലാം പൊട്ടത്തെറ്റായിരുന്നു. എനിക്ക് ഓർമ്മ പോലും കിട്ടണ്ടായിരുന്നില്ല എഴുതാനായിട്ട്. കാരണം എല്ലാം ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ആയാലും തുടങ്ങിയതല്ലേ, അങ്ങനെ നോക്കി നോക്കാതെ ഒക്കെ എഴുതി അതങ്ങ് തീർത്തു. എന്നാലും ഞാൻ എഴുതി നോക്കിയ കാര്യത്തിൽ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരുന്നില്ല. എന്നാലും ഒരു 2-3 പ്രാവശ്യമൊക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുമായിരിക്കും. പിന്നെ ഈ സംഭവങ്ങളൊക്കെ എഴുതി കഴിഞ്ഞ് വന്നപ്പോഴേക്കും 7 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെറുതെ റൂമിലൊന്ന് പോയി കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എണീറ്റത് 8 മണി കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇന്ന് ക്ലാസ്സിൽ പോണതിന് മുന്നേ ഈ ഒരു സ്കീം പഠിക്കാനുണ്ടായിരുന്നു, സോൾട്ട് അനാലിസിസിന്റെ. ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറേ ആയി. മാം എല്ലാ ക്ലാസ്സിലും ക്ലാസ് ടെസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കുറച്ച് സീരിയസ് ആയിട്ടായിരുന്നു. പിന്നെ റിസ്ക് എടുക്കേണ്ട വിചാരിച്ച് കുറച്ചു നേരം പഠിക്കാന്ന് പറഞ്ഞിരുന്നപ്പോഴേക്ക് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ വേഗം പോയി കുളിച്ച് വന്നു. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആ അനാലിസിസ് ഒന്നും ശരിക്കും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതില് ആനയോണ്ട് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് മാത്രം ഒന്ന് വായിച്ചു വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞ് പിന്നെ ഓടി നടന്നുകൊണ്ടാണ് ഫുഡ് കഴിച്ചത്. ദോശയും പഞ്ചസാരയും ഓരോ വായിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ് നടന്നത്. പിന്നെ രാവിലെ പതിവില്ലാതെ കുളിച്ചതുകൊണ്ട് തന്നെ മുടി നനഞ്ഞിരിക്കുന്നതുകൊണ്ട് കെട്ടാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിലേക്ക് പോയല്ലേ വിചാരിച്ച് ജസ്റ്റ് ഒരു ബണ്ണെടുത്തിട്ട് വേഗം പോയി. സാധാരണ അമ്മയാണ് കൊണ്ടുവിടാറ്. അപ്പൊ ഇത്ര തിരക്ക് പിടിക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. കാരണം കറക്റ്റ് സ്കൂൾ ടൈമിംഗ് തന്നെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണ് പോവല്. പക്ഷെ ഇന്ന് ചില സാങ്കേതിക തകരാറുകളാൽ പപ്പയ്ക്ക് കൊണ്ടുവിടേണ്ടി വന്നു. പപ്പയ്ക്ക് ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങണമായിരുന്നു. അതാണ് കുറച്ച് തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം. പിന്നെ പോണ വഴിക്ക് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റും കൂടി എനിക്ക് മേടിച്ചു തന്നു. ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ ലഞ്ച് കൊണ്ടുപോയില്ല. അതിന്റെ കാരണം ആക്ച്വലി 3 മണി വരെ ക്ലാസ് ഉണ്ടാവില്ലുള്ളൂ. പക്ഷെ ഇന്ന് 4 മണി വരെ ഉണ്ടായതുകൊണ്ട് ബിസ്ക്കറ്റ് മേടിച്ചു തന്നു. പിന്നെ ക്ലാസ്സിൽ ഞാൻ നേരത്തെ എത്തിയത് കൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എത്തിയ ഉടനെ ഞാൻ ആ നനഞ്ഞ പശുനക്കിയ പോലെ ഇരുന്ന മുടി അഴിച്ചിടാണ് ചെയ്തത്. ഇത് അഴിച്ചിട്ടപ്പോഴാണെങ്കിലും ഒരുമാതിരി ഇരിക്കണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ ആരും ഇല്ലാത്തത് കൊണ്ടും ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ക്ലാസ് തുടങ്ങിയത് കൊണ്ടും ഞാൻ കുഴപ്പമില്ല വിചാരിച്ച് അങ്ങനെ ഇരുന്നു. എന്നിട്ട് പെട്ടെന്ന് ബാക്കി സോൾട്ട് അനാലിസിസ് പഠിക്കാനാണ് ഇരുന്നത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ മാം അത്ര സീരിയസ് ആയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇന്ന് ടെസ്റ്റ് നടത്തും, എഴുതിപ്പിക്കും എന്നൊക്കെ. പിന്നെ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വരാന്തയിൽ കൂടെ കുറച്ച് പേരൊക്കെ നടന്നു പോകുന്ന കണ്ടപ്പോൾ ഞാൻ പിന്നെ പതുക്കെ ബണ്ണങ്ങ് എടുത്തിട്ടു തലയിൽ. ഞാനും വിചാരിച്ചു ഒരു സ്കൂളല്ലേ, ആരും ഇല്ല, എന്നാലും എനിക്കൊരു ഇത്. ആക്ച്വലി ഞാൻ എവിടെയെങ്കിലും പോകാനുള്ള ദിവസം രാവിലെ ഇങ്ങനെ തല നനയ്ക്കാറുള്ളതല്ല. അതിന്റെ മെയിൻ റീസൺ എനിക്ക് നനഞ്ഞ തലമുടി കെട്ടിവെക്കുന്ന ഇഷ്ടമല്ല, മാത്രമല്ല നല്ലതുമല്ല. പിന്നെ ഞാൻ അറിയാതെ ഇന്ന് നേരത്തെ തലയിൽ എണ്ണ തേച്ച് പോയതുകൊണ്ട് അങ്ങ് കുളിച്ചു, അത്രേ ഉള്ളൂ. മുടി ഇങ്ങനെ ഇത്തിരി മുന്നോട്ടിട്.
അശ്വതക്കിയ മുടി ഞാനും കൊള്ളുന്നില്ല. ഉറക്കത്തിന് എണീറ്റ് വന്നവരുണ്ട് നമ്മളൊക്കെ സ്കൂളിൽ. ഇത് ബ്രേക്ക് ടൈമാണ് ഗൈസ്. പിന്നെ അവിടെ കലവില വർത്താനം പറഞ്ഞോണ്ടിരുന്നു. നമ്മുടെ ബാഗ് അവിടെ ആയിരുന്നു. അവര് ബാഗ് മാറ്റി വെച്ച് അവരവിടെ പോയിരുന്നു. അവര് പറയുന്ന അവരുടെ ബാഗ് എന്റെ ബാഗ് മാത്രമുള്ള ഇപ്പൊ അലിയ എങ്ങനെ പല്ലു അടി പേരാ. വന്ന് ബാഗ് വെക്കുന്ന ഞാൻ കണ്ട് ബാഗ് മാറ്റുന്നത് ഞാൻ കണ്ടു. അനീഷ മാറ്റുന്നത് ഞാൻ കണ്ടു. ബാഗ് ഞാൻ മാറ്റുന്നത് കണ്ടു. ബാഗ് മാറ്റുന്നത് ഞാൻ കണ്ടു. ബാഗ് മാറ്റുന്നത് ഞാൻ കണ്ടു. ഒരുമാതിരി വൃത്തികെട്ട പരിപാടി. അനീഷ് ഫാൻ ഗേൾ സ്പോട്ടഡ്. അനീഷിന്റെ ഫാനാ? അനീഷിന്റെ ഫാനാ. ഞാൻ ഏസിയാ. അതാരാ? AC നീ ഫാനല്ലേ? ഞാൻ EMI ആ. ഞാൻ DC യാ. ഞാൻ ജനറേറ്ററാ. ഞാൻ ഇൻവെർട്ടറാ. ശരി. ഞാൻ ഒപ്റ്റിക് ഫൈബർ. യൂട്യൂബ് ലൈവ് അല്ല പിന്നെ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ നമ്മൾ ലഞ്ചും ഷെയർ ചെയ്ത് കഴിച്ച് പിന്നെ ഹൈഡ് ആൻഡ് സീക്കും എല്ലാവർക്കും കൊടുത്ത് കഴിച്ച് പിന്നെ കൂടെ സോൾട്ട് അനാലിസിസും എടുത്ത് പഠിക്കുമായിരുന്നു. പഠിച്ചത് എന്തുകൊണ്ടും നന്നായി. കാരണം എന്താ, മാം എഴുതിപ്പിക്കുകയായിരുന്നില്ല. ഇൻസ്റ്റഡ് എല്ലാവരോടും മാം ചോദിക്കുമായിരുന്നു. വെറുതെ ആയിരുന്നില്ല, കയ്യിലൊരു ചൂരലും ഉണ്ടായിരുന്നു. പഠിച്ചു പോയതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് കിട്ടിയില്ല. ലാസ്റ്റ് പീരീഡ് ആയിരുന്നു കെമിസ്ട്രി. അങ്ങനെ അത് കഴിഞ്ഞ് 4 മണിക്ക് ക്ലാസ്സും വിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് മഴയൊക്കെ നനഞ്ഞ് ഒരു 4:30 ആയപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയ ഉടനെ പിന്നെ മേലെഴുകാതെ ഈ ടോപ്പ് ഞാൻ മാറത്തില്ല. എന്തായാലും മുടി ആദ്യം അഴിച്ചിട്ടു. രാവിലെ കുളിച്ചുകൊണ്ട് തന്നെ ഉള്ളിൽ കുറച്ചുകൂടെ ഉണങ്ങാനും ഉണ്ടായിരുന്നു. കൂടെ മഴയും നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നോക്കുമ്പോൾ ഇഡ്ഡലിയും സാമ്പാറുമാണ്. പിന്നെ എനിക്ക് അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 കഴിച്ചിട്ട് നമ്മൾ നേരെ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡ്രസ്സ് മാറ്റിയിട്ടില്ല. വിച്ച് മീൻസ് ഞാൻ വന്നിട്ട് മേല് പോലും കഴുകിയിട്ടില്ല. ജസ്റ്റ് കാലും കൈ മുഖം കഴുകിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്റർ രാവിലെ പഠിച്ചതല്ല, വേറൊരു ചാപ്റ്റർ ആണ്. അത് പഠിക്കാത്തൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ ജസ്റ്റ് മൊത്തത്തിലൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് മേല് കഴുകി ഡ്രസ്സൊക്കെ മാറാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് ഒന്നാമത് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനിപ്പോൾ റൂമിൽ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിയൊക്കെ എണീറ്റ് മേലൊക്കെ കഴുകി വരുമ്പോഴേക്കും 7-8 മണിയാവും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഇത് തീർത്തതിന് ശേഷം ഉറങ്ങിയിട്ട് നമുക്ക് കുളിക്കാന്നൊക്കെ. പക്ഷെ എനിക്കറിയായിരുന്നു ഇത് കഴിയുമ്പോഴേക്കും ഏകദേശം ഉറക്കമൊക്കെ പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതെടുത്തിരുന്നത്. ഇങ്ങനത്തെ കുറച്ച് പൊട്ട ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിലേ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് സമയം എടുത്തു. ഇത് കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. പഠിക്കുമായിരുന്നില്ലെങ്കിലും പുതിയൊരു ചാപ്റ്റർ അല്ലേ. അപ്പൊ അത് മര്യാദയ്ക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഒന്ന് വായിച്ച് വരുമ്പോഴേക്കും ഒബ്വിയസ്ലി കുറച്ച് ടൈം എടുക്കും. പ്രത്യേകിച്ച് എനിക്ക് മാത്രമല്ല മൊത്തത്തിൽ അങ്ങോട്ട് വായിക്കായിരുന്നില്ല. 2-3 പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും ആ ചാപ്റ്റർ 2-3 പ്രാവശ്യം വായിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ടാസ്ക് അങ്ങോട്ട് കഴിഞ്ഞതും പിന്നെ ഫുൾ ഓൺ ആയി. പോയി കുളിക്കാനോ ഉറങ്ങാനോ ഒന്നും തോന്നിയില്ല. ഞാൻ വിചാരിച്ചത് നമ്മൾ മേലെഴുകാൻ പോണതിന് മുന്നേ ഈ ചാപ്റ്റർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഓരോ ടോപ്പിക് വൈസ് ആ ഒരു ബേസിക് ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് പോകാന്നാണ്. പക്ഷെ ഫസ്റ്റ് എന്റെ പ്ലാൻ അതായിരുന്നില്ല. ഈ യൂട്യൂബിന്റെ അകത്ത് 15 മിനിറ്റ്സിന്റെ ക്ലാസ് കിട്ടും. അങ്ങനെ ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ യൂട്യൂബിൽ അങ്ങനെയൊക്കെ സജഷൻസ് ഒക്കെ വരലുണ്ട്. വിചാരിച്ചൊരു 15 മിനിറ്റ് എടുത്ത് ഈ ചാപ്റ്ററിന്റെ ഒരു ഓവറോൾ വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് പോയി മേലെഴുകാന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോഴാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ എത്രയൊക്കെ നോക്കിയിട്ടും ഇതിന്റെ 15 മിനിറ്റ്സ് വീഡിയോ കാണുന്നില്ല. എല്ലാം കുറഞ്ഞത് 1 അവർ ഒക്കെ ഉണ്ട്, മാക്സിമം 2 അവർ 3 അവർ 4 അവർ ഒക്കെ ഉണ്ട്. പിന്നെ അത് കിട്ടൂല എന്ന് ഉറപ്പായപ്പോഴേക്കും പിന്നെ ഞാൻ ഗൂഗിളിലേക്ക് പോയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ള ഐഡിയയിലേക്ക് എത്തിയത്. എന്നിട്ട് ആ ഐഡിയ കിട്ടിയിട്ട് എന്തായി, കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. ബാക്കിയുള്ളതൊന്നും അധികമൊന്നും എനിക്ക് കിട്ടിയില്ല, ബേസിക് ലെവൽ ആയിട്ട് പോലും. പിന്നെ കുഴപ്പമില്ല, പുതിയ ചാപ്റ്റർ അല്ലേ, നമ്മൾ മനസ്സിലാക്കിയല്ലേ ഉള്ളൂ, പഠിച്ചൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചു. ആൻഡ് ആ ഒരു സൈറ്റ് എനിക്ക് ഓർമ്മയില്ല. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് തനിയെ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മറ്റേ ക്വസ്റ്റ്യൻ നോക്കി വായിച്ച് അതിന്റെ ആൻസർ നോക്കി പഠിക്കുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനമല്ല. ബേസിക്കലി ഒരു ക്വിസ് പോലത്തെ ഒരു സംഭവമാണ്. ആൻഡ് ഇങ്ങനത്തെ ബേസിക് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസിന് അത് തന്നെ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ അകത്തൊരു 10-15 ചെയ്തു വന്നപ്പോഴേക്കും 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയും ലേറ്റ് ആക്കാണ്ട് വിചാരിച്ച് ഞാൻ നേരെ മുടി ആദ്യം ഒന്ന് കെട്ടി വെച്ചിട്ട് മേലെഴുകാൻ പോവാന്ന് വിചാരിച്ചു. രാവിലെ കുളിച്ചതിന് ശേഷം ചീകിയത്, പിന്നെ ഇതുവരെ തൊട്ടിട്ടില്ല. മറ്റേ ലോങ് ഹെയർ ആയിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പിന്നിടലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോർട്ട് ഹെയർ ആക്കിയ സമയത്ത് കുറെ ഹെയർ സ്റ്റൈൽസ് ഒക്കെ
ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഇരുന്നത്. എന്നിട്ട് എന്താ ഇപ്പൊ ഫുൾ ടൈം പോണിറ്റെയിലേ ഉള്ളൂ. ആദ്യം ബ്രെയ്ഡ്സ് ആയിരുന്നു, ഇപ്പൊ പോണിറ്റെയിലായി. വലിയ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ ഗൈസ് ഇന്ന് എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മയുടെ മാത്രമല്ല നമ്മളെ വീട്ടിലെ ടുട്ടുവിന്റെയും ബർത്ത്ഡേ ആണ്. അവന്റെ ബർത്ത്ഡേ ആണോ എന്ന് കറക്റ്റ് അറിയത്തില്ല. പിന്നെ നമ്മൾ അവനെ മേടിച്ച സമയത്ത് അവന്റെ പ്രായം 1 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പം അവന്റെ ജനിച്ച ദിവസം ഏകദേശം ഈ ഒരു ഡേറ്റ് ഒക്കെ ആയിട്ടാണ് വരേണ്ടത്. പിന്നെ അതിന്റെ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് പിന്നെ നേരെ ഒന്ന് പോയി മേലെ എഴുകിയിട്ട് ബാക്കി പഠിക്കാനിരിക്കാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ വന്നിട്ട് ഇനി പഠിക്കാനിരിക്കുന്നത് രാവിലെ പഠിച്ച കെമിസ്ട്രിയുടെ ചാപ്റ്റർ ആണ്. അതിന്റെ ബാക്കി ഇനിയും ഒരു ലോഡ് കിടക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ഞാൻ രാവിലെ പഠിച്ച സംഭവങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. അതിന്റെ കാരണം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കി ഇനി എത്ര പഠിക്കാനുള്ള പേജുകൾ ഉണ്ടെന്ന് നോക്കിയപ്പോഴേക്കും എന്റെ മൂഡൊക്കെ പോയി തുടങ്ങിയായിരുന്നു. പിന്നെ എന്താ വേറെ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇരുന്നു. മെയിനായിട്ട് ഞാൻ വിചാരിച്ച എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചേരം ഇരുന്ന് പഠിച്ചാൽ മതി, കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ ബർത്ത്ഡേ പരിപാടികളായിട്ട് അങ്ങനെ പോകുന്നു വിചാരിച്ചു. അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ അങ്ങ് പഠിക്കാതിരിക്കാന്ന് വിചാരിച്ചത്. അത്ര മൂഡില്ലെങ്കിൽ പിന്നെ മാത്രമല്ല എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല വിചാരിച്ച് അങ്ങോട്ട് ഇരുന്നു. നമ്മൾ പറഞ്ഞല്ലോ രാവിലെ പഠിച്ച് റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടേ പുതിയത് പഠിക്കുന്നുള്ളൂ എന്ന്. ആക്ച്വലി അതൊരു റിവിഷൻ ആയിരുന്നില്ല, രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ പഠിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ആൻഡ് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതൊന്നും പഠിക്കാൻ പറ്റിയില്ല, രാവിലെ പഠിച്ചതിന് ഒന്നുകൂടെ പഠിക്കേണ്ടി വന്നു. പിന്നെ കുറച്ച് പേരൊക്കെ ചില വീഡിയോസിന്റെ കമന്റ് സെക്ഷനിൽ പറയുമായിരുന്നു കെമിസ്ട്രി സ്റ്റഡി വ്ലോഗും കൂടെ വേണം എന്നുള്ള കാര്യം. കാരണം അപ്പോഴൊക്കെ എപ്പോഴും ഫിസിക്സ് ആയിരുന്നല്ലോ. ഇന്നത്തെ ദിവസം എന്തായാലും കെമിസ്ട്രിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ ആ കമന്റുകളെയാണ് ഓർക്കുന്നത്. ഇന്ന് രാവിലെ എണീറ്റ് പഠിച്ചതായാലും പിന്നെ സോൾട്ട് അനാലിസിസ് പഠിച്ചതായാലും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതായാലും ഒക്കെ കെമിസ്ട്രി തന്നെ. ഫിസിക്സ് പഠിച്ചുകൊണ്ടിരുന്നു വലിയ ഗുണമൊന്നും കണ്ടില്ല എന്ന് അറിഞ്ഞിട്ടാണ് കെമിസ്ട്രിക്ക് വന്നത്. ഇവിടെ എത്തിയപ്പോഴാണെങ്കിലും അതിലും വലിയ ശോകം. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പപ്പ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ 2 ദിവസം മുന്നേ പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നു ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിന് പകരമാണ് ഈ 2 ദിവസം മുന്നേ കഴിക്കുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാത്രി ഓക്കെ വീട്ടിലെ ഫുഡ് തന്നെ ആയിരിക്കും. പിന്നെയാണ് പ്ലാനിന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായതും പെട്ടെന്ന് നമ്മൾ റെഡിയായി പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഫുഡ് കഴിച്ച് വന്നിട്ട് നമുക്കൊരു മധുരം പോലെ കേക്കോ കട്ട് ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചു. നമ്മൾ കുറെ റെസ്റ്റോറൻറ്റ്സ് നോക്കി അവസാനം നമ്മൾ എപ്പോഴും കയറുന്നില്ല തന്നെ എത്തി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ അല്ല ഇഷ്ടമുള്ളതിനേക്കാളും നമുക്ക് അപ്പൊ കഴിക്കാൻ തോന്നിയത് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ കഴിക്കാൻ തോന്നിയ ഫുഡുകളൊക്കെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. എന്നിട്ട് അതൊക്കെ കഴിച്ചൊരു മധുരത്തിന് വേണ്ടി അപ്പോഴേ ഐസ്ക്രീമും മേടിച്ച് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ കേക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കാണ്ടാണ് ഞാൻ ഐസ്ക്രീം മേടിച്ചത്. പിന്നെന്താ വീട്ടിലെത്തിയപ്പോഴേക്കും 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 12 മണിയാകുമ്പോഴേക്കും ബർത്ത്ഡേ കഴിയും. അതിന് നമുക്ക് കേക്കോ കട്ട് ചെയ്ത് കഴിക്കാം. പിന്നെ അങ്ങനെ അമ്മ അപ്പൊ ഇരുന്ന് കേക്കോ കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചു. ഞാൻ വീഡിയോ എടുത്ത് കൊടുത്തു. പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേ ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നേരെ പോയി കിടന്ന് ഉറങ്ങി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ ശരി എന്നാ.